ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റീസെൻ്റായി റിലീസായ ഒരു മലയാളം മൂവിയായ അവിയൽ എന്ന മൂവിയുടെ കഥയാണ്. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഈ കഥയിലെ ഹീറോ ആയ കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണകുമാറിന് കോൾ ചെയ്ത് ഞാനൊരു പയ്യനെ ലവ് ചെയ്തിരുന്നു, പക്ഷേ അവൻ ആ ലവ് ബ്രേക്കപ്പ് ചെയ്ത അച്ഛാ എന്നും വളരെ ഇമോഷണലായി അവൾ പറയും. മകൾക്ക് അഫെയർ ഉണ്ടെന്നറിയുന്ന ഒരു നോർമൽ ഫാദർ സാധാരണ ഷൗട്ട് ചെയ്യാനാണ് സാധ്യത. പക്ഷെ കൃഷ്ണകുമാർ മകൾ പറയുന്നത് കേട്ട് ചിരിക്കുകയാണ് ചെയ്യുക. ബട്ട് മകൾ വളരെ ഇമോഷണലായി സംസാരിക്കുന്നതിനാൽ ഹീറോ നേരെ അവളുടെ ഹോസ്റ്റലിലേക്ക് ചെന്ന് വാ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറയും. എവിടേക്കാണെന്ന് മകൾ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, നീ ആദ്യം എൻ്റെ കൂടെ വാ എന്ന് പറയുന്നു. കാറിൽ അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മകൾ വളരെ ഫീലിങ്സോടെ അവളുടെ ലവ് ഫെയിലിയറിനെ കുറിച്ച് അച്ഛനോട് പറയും. പക്ഷെ അതൊക്കെ ഹീറോ ഒരു തമാശയായി കണ്ട് അവളെ കളിയാക്കി ചിരിക്കും. ഈ സമയം പെട്ടെന്ന് മുന്നിലൂടെ വരുന്ന ഒരു കാർ അവരുടെ കാറിൽ ഇടിക്കാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് മിസ്സിൽ ആ ആക്സിഡന്റിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. രണ്ടുപേരും പെട്ടെന്ന് ഷോക്ക്ഡാകും. ഈ ഒരു നിമിഷം കൊണ്ട് എൻ്റെ 40 വർഷത്തെ ജീവിതം തന്നെ എൻ്റെ കണ്ണിലൂടെ മിന്നിമറിഞ്ഞെന്ന് ഹീറോ പറയും. ഈ ഒരു ലവ് ഫെയിലിയറിൻ്റെ പേരിൽ നീ ഇനി ഫീൽ ചെയ്യരുത്, എൻ്റെ ജീവിതം തന്നെ ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവൻ്റെ ജീവിതത്തിലെ കഥകൾ പറയാൻ തുടങ്ങും. കൃഷ്ണൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് കാണിക്കുക. അവന് അമ്മയില്ല, അച്ഛൻ മാത്രമാണുള്ളത്. അമ്മയില്ലാത്തതിനാൽ തന്നെ അച്ഛൻ വളരെ സ്നേഹത്തോടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിലാണ് കൃഷ്ണനെ കെയർ ചെയ്യുക. കൃഷ്ണൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അവനത് ആദ്യം പറയുക അവൻ്റെ അച്ഛനോട് തന്നെയാണ്. അവൻ പഠിക്കുന്ന ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയെ അവൻ ഇഷ്ടമാക്കും. ഈ കാര്യം എങ്ങനെ അവളോട് പറയുമെന്ന് ഹീറോ വളരെ കൺഫ്യൂസ്ഡ് ആകും. സോ ഈ കാര്യം അവൻ അവൻ്റെ അച്ഛനോട് പറയുമ്പോൾ ആൺകുട്ടികൾ ധൈര്യത്തോടെ ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറയണം. അത് കേൾക്കാനാണ് പെൺകുട്ടികളും ആഗ്രഹിക്കുക. നീ ആദ്യം അവളുമായി നല്ല രീതിയിൽ ഇടപഴകി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നിന്റെ ഇഷ്ടം പറയാൻ ഒരവസരം നിനക്ക് കിട്ടും. അപ്പോൾ അത് തുറന്നു പറയുകയും വേണം. സോ അതുവരെ നീ വെയിറ്റ് ചെയ്യുന്ന അച്ഛൻ പറയും. അവളെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാനായി കൃഷ്ണൻ ഗിറ്റാർ വായിക്കാൻ പഠിക്കാൻ തുടങ്ങും. അവരുടെ ക്ലാസ്സിൽ നടക്കുന്ന ഒരു എക്സാം ടൈമിൽ ആ പെൺകുട്ടി ഹീറോയോട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചോദിക്കും. ഹീറോ എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു കൊടുത്ത് അവളെ ഹെൽപ്പ് ചെയ്യും. അവൾക്കും ഒന്നും അറിയില്ലെന്ന് മനസ്സിലാക്കിയ ഹീറോ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോപ്പി എഴുതിയ പേപ്പർ അവൾക്ക് കൊടുക്കും. സന്തോഷത്തോടെ അത് വാങ്ങി എഴുതുന്ന അവളെ ടീച്ചർ കണ്ടുപിടിക്കും. അവളെ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറക്കിവിടും. കോപ്പി അവൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഹീറോയെയും ടീച്ചർ ക്ലാസ്സിന് പുറത്താക്കും. ഞാൻ കാരണമാണ് നിനക്ക് എക്സാം എഴുതാൻ കഴിയാതെ വന്നതെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഹീറോയോട് സോറി ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാമെന്നും അവൻ പറയും. സോ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകും. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഹീറോ അവളെക്കുറിച്ച് വാ തോരാതെ അവൻ്റെ അച്ഛനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ വളരെ ജെന്റിലായി ഡീസൻ്റായി അവളോട് ഇടപഴകണം, അവൾ നിന്നെ ഉറപ്പായും ലവ് ചെയ്യുമെന്നും അച്ഛൻ ഹീറോയ്ക്ക് അഡ്വൈസ് കൊടുക്കും. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സ് ആകും. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് അവർ ഒരുമിച്ചാണ് പോകുക. സോ അവർ നല്ല ഫ്രണ്ട്സ് ആകുന്നതിനാൽ അവളോട് തൻ്റെ ഇഷ്ടം പറയാൻ ഇതാണ് നല്ല അവസരമെന്ന് മനസ്സിലാക്കി ഹീറോ ഒരു റിങ് അവൾക്ക് കൊടുത്തിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ഈ റിങ് കയ്യിലിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകും. ഹീറോ അന്ന് തന്നെ അവൻ്റെ അച്ഛനോട് അവളെ പ്രപ്പോസ് ചെയ്ത കാര്യം പറയും. നീ എങ്ങനെയാണ് അവളെ പ്രപ്പോസ് ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ അമ്മയുടെ റിങ് കൊടുത്തിട്ടാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ഹീറോ പറയും. ഇത് കേൾക്കുന്ന അച്ഛൻ ഷോക്ക്ഡാകും. പണത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ഞാൻ ആ റിങ് പണയം വെക്കാറ് പോലുമില്ല, അവളുടെ ഓർമ്മയ്ക്കായി എനിക്ക് ആ റിങ് മാത്രമേ ഉള്ളൂ എന്നും അച്ഛൻ വളരെ ഇമോഷണലായി പറയുമ്പോൾ അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഞാൻ ആ റിങ് തിരിച്ചു മേടിച്ച് തരാമെന്നും ഹീറോ പറയും. നെക്സ്റ്റ് ഡേ ഹീറോ അവളെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്, നിന്നെ ഞാനൊരു ഫ്രണ്ടായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അവൾ പറയും. ഇത്രയും നാൾ നീ എന്നോട് ജോളിയായി ഇടപെട്ടതും സ്കൂൾ വിട്ട് കഴിഞ്ഞ് എൻ്റെ ഒപ്പം വന്നതുമൊക്കെ എങ്ങനെയായിരുന്നെന്ന് ഹീറോ ചോദിക്കുമ്പോൾ എനിക്ക് നന്നായി പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെ വേണമായിരുന്നു, അത് തന്നെയല്ല സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഒരു കൂട്ടും ആവശ്യമായിരുന്നു, അതിനുവേണ്ടി മാത്രമാണ് നീയുമായി ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയതെന്നും അവൾ പറയും. ഇത് കേട്ട് വളരെ വിഷമത്തോടെ ഹീറോ അവൾക്ക് കൊടുത്ത റിങ് തിരിച്ചു മേടിച്ച് അവിടെ നിന്നും പോകും. ആ മോതിരം അച്ഛന് തന്നെ തിരിച്ചു കൊടുത്ത് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഹീറോ വളരെ ഇമോഷണൽ ആകും. അവൻ്റെ വിഷമം കണ്ട് അച്ഛനും ഫീൽ ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് കൃഷ്ണൻ്റെ ലവ് സ്റ്റോറി മകളോട് പറഞ്ഞു തീർക്കും. ഇതൊന്നും അത്ര വലിയ ലവ് ഫെയിലിയറായി എനിക്ക് തോന്നുന്നില്ലെന്നും അച്ഛൻ്റെ ഒരു വൺ സൈഡ് ലവ് മാത്രമായിരുന്നു, പിന്നെ എന്തിനാ ഇത്രയും ഫീൽ ചെയ്യുന്നതെന്ന് മകൾ ചോദിക്കുമ്പോൾ കൃഷ്ണൻ തൻ്റെ ജീവിതത്തിലെ അടുത്ത കഥ പറയാൻ തുടങ്ങും.
കൃഷ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലം. കൃഷ്ണൻ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടി. അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കും. പക്ഷെ വീട്ടുകാർ മറ്റൊരാളുമായി കല്യാണം ഉറപ്പിക്കുമ്പോൾ അവൾ ആ കല്യാണത്തിന് സമ്മതിക്കും. തലേന്ന് തന്നെ അവളുടെ വീട്ടിൽ ചെന്ന് ഹീറോ അവളെ മീറ്റ് ചെയ്യും. അവിടെ വെച്ച് അവർ ഇന്റിമേറ്റ് ആകുന്നതായും കാണിക്കും. ആ ലവ് ഫെയിലിയറിൽ നിന്നും വെളിയിൽ വരാനായി ഹീറോ ഫ്രണ്ട്സുമായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. മ്യൂസിക്കിനായും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയിരിക്കെ ഹീറോയുടെ വീടിനടുത്തായി പുതിയൊരു ഫാമിലി താമസത്തിനെത്തും. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പിന്നെ അവർക്കൊരു മകനുമുണ്ട്. ആ ലേഡിയുടെ പേര് ഡയാന. ഡയാനയെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ഇഷ്ടമാകും. ഹീറോ അവളെ തന്നെ നോക്കുന്നത് ഡയാനയും ശ്രദ്ധിക്കും. ഗിറ്റാർ പഠിക്കാൻ ഡയാനയുടെ മകന് ആഗ്രഹമുണ്ട്. സോ ഞാൻ പഠിപ്പിക്കാമെന്ന് ഹീറോ സമ്മതിക്കും. ഗിറ്റാർ പഠിപ്പിക്കാൻ പോകുന്ന വഴി ഡയാനയുമായി കൂടുതൽ ഇടപഴകാമെന്നതാണ് ഹീറോയുടെ ഉദ്ദേശം തന്നെ. 4 മണിക്കാണ് സാധാരണ ആ കുട്ടി സ്കൂൾ കഴിഞ്ഞ് വരാറ്. പക്ഷെ 3 മണിക്ക് തന്നെ ഹീറോ ഡയാനയുടെ വീട്ടിലേക്ക് ചെല്ലും. കുട്ടി 4 മണിക്കേ വരൂ, നീയും ആ സമയത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഡയാന അവനെ പറഞ്ഞു വിടും. അങ്ങനെ എല്ലാ ദിവസവും ഹീറോ ഡയാനയുടെ വീട്ടിൽ ചെല്ലുകയും കുട്ടിയെ ഗിറ്റാർ പഠിപ്പിക്കുകയും ചെയ്യും. എപ്പോഴും ഡയാനയുമായി അടുക്കാൻ ഹീറോ ശ്രമിക്കുന്നു. ആദ്യമൊക്കെ ഡയാന അവനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും പിന്നീടും അവൾക്ക് അവനോടൊരു ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങും. ഒരു ഡേ ഡയാന തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ ഇംപ്രസ് ചെയ്യാനായി അവൾ തുണി അലക്കുന്ന ടോണിൽ തന്നെ ഹീറോ ഗിറ്റാർ വായിക്കും. ഇതുകൂടിയാകുമ്പോൾ ഡയാന അവനിൽ ഇംപ്രസ് ആകും. പക്ഷെ അടുത്ത് താമസിക്കുന്ന മറ്റാളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുന്ന ഡയാന അവിടെ നിന്നും വീടിനുള്ളിലേക്ക് പോകും. സ്കൂളിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്ന ഡയാനയെ നോക്കി ആളുകൾ ഓരോന്നും അടക്കം സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിക്കും. കൃഷ്ണനുമായി ഡയാനയ്ക്ക് റിലേഷൻ ഉണ്ടെന്നും അവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞുണ്ടാക്കും. ഇതൊക്കെ കേട്ട് വളരെ ടെൻസ്ഡ് ആകുന്ന ഡയാന ഹീറോയെ മീറ്റ് ചെയ്ത് ഇനി മുതൽ നീ എൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന് പറയും. ഡയാന അങ്ങനെ പറഞ്ഞതിനാൽ ഹീറോ വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോകും. സാഡായിരിക്കുന്ന അവനോട് അച്ഛൻ കാര്യങ്ങൾ തിരക്കുമെങ്കിലും ഒന്നും തന്നെ പറയാതെ അച്ഛനോട് ദേഷ്യപ്പെട്ട് അവൻ വീട്ടിൽ നിന്നും പോകുന്നു. ഇതൊക്കെ കാണുന്ന ഡയാനയ്ക്കും വളരെ ഫീലാകും. എനിക്ക് ഗിറ്റാർ പഠിക്കണമെന്ന് ഡയാനയുടെ മകൻ വീണ്ടും വീണ്ടും പറയുന്നതിനാൽ വേറെ വഴിയില്ലാതെ ഡയാന ഹീറോയെ മീറ്റ് ചെയ്ത് വീണ്ടും എൻ്റെ മകനെ ഗിറ്റാർ പഠിപ്പിക്കാൻ നീ വരണമെന്ന് പറയും. അത് തന്നെയല്ല, നാളെ അവൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. സോ ബർത്ത്ഡേ ഫംഗ്ഷനും നീ വരണമെന്ന് പറഞ്ഞ് ഹീറോയെ ഡയാന ഇൻവൈറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ നൈറ്റ് ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കും. പക്ഷെ ഹീറോ അവിടെ വരില്ല. ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡയാന വീട് ക്ലീൻ ചെയ്യുകയും മറ്റും ചെയ്യുന്നു. ടേബിളിൽ വീണ ഫുഡിൻ്റെ വേസ്റ്റ് തൂത്തുകളയാത്തതിൻ്റെ പേരിൽ ഡയാനയെ അവളുടെ ഹസ്ബൻഡ് ചീത്ത പറയും. എല്ലാ കാര്യങ്ങളും ഞാൻ തനിയാണ് ചെയ്യുന്നത്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂടി ആരുമില്ലെന്ന് പറഞ്ഞ് ഡയാന അയാളോട് ദേഷ്യപ്പെടുമ്പോൾ അയാളും അവളോട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് അവിടെ നിന്നും പോകും. ആ സമയത്താണ് ഹീറോ അങ്ങോട്ട് വരിക. നിന്നോട് ബർത്ത്ഡേ ഫംഗ്ഷന് വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിച്ച് ഡയാന ഹീറോയോട് ദേഷ്യപ്പെടും. ആ കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു ഗിറ്റാറുമായിട്ടാണ് ഹീറോ വരിക. ആ ഗിഫ്റ്റ് മേടിക്കാൻ നിന്നതിനാലാണ് വൈകിയതെന്നും അവൻ പറയും. ആ ഗിഫ്റ്റ് കുട്ടിക്ക് കൊടുത്തിട്ട് വളരെ സ്നേഹത്തോടെ അവനോട് സംസാരിക്കുന്ന ഹീറോയോട് ഡയാനയ്ക്കും ഇഷ്ടം തോന്നാൻ തുടങ്ങും. അങ്ങനെ അവർ തമ്മിൽ റിലേഷനിലാകും. ഹീറോയ്ക്കൊപ്പം ഡയാന പുറത്തൊക്കെ പോകാറുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കാറുണ്ട്, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അവനുമായുള്ള റിലേഷൻ അവൾക്ക് ലൈഫിൽ വലിയൊരു ചേഞ്ചായി തോന്നും. ഒരു ഡേ പുറത്തുപോയി തിരിച്ച് രണ്ടുപേരും ഡയാനയുടെ വീട്ടിലേക്ക് വരും. പെട്ടെന്നാണ് ഡയാനയുടെ ഹസ്ബൻഡും അങ്ങോട്ട് വരിക. രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്ന അയാൾ ഹീറോയെ പിടിച്ച് അടിക്കാൻ തുടങ്ങും. നിന്നെ ഞാൻ എൻ്റെ മകനെ പോലെയാണ് കണ്ടത്, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഹീറോയെ അടിക്കും. ശബ്ദം കേട്ട നാട്ടുകാരും ഹീറോയുടെ അച്ഛനും അങ്ങോട്ട് ചെല്ലും. ആരുമില്ലാത്ത സമയം നോക്കി ഇവൻ എൻ്റെ വീട്ടിൽ കയറി, ഇത് ഞാൻ ഉടനെ പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞ് അയാൾ ശബ്ദമുണ്ടാക്കുന്നു. ഇതൊരിക്കലും പോലീസിൽ അറിയിക്കരുത്, അവൻ്റെ ഭാവിയെ ഓർത്തെങ്കിലും ക്ഷമിക്കണമെന്ന് ഹീറോയുടെ അച്ഛൻ അയാളോട് പറയും. ഇതൊന്നും വകവയ്ക്കാതെ അയാൾ വീണ്ടും ഹീറോയെ അടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വിളിച്ചിട്ടാണ് അവൻ വീട്ടിൽ വന്നത്, ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടെന്നും ഡയാന പറയും. സ്വന്തം ഭാര്യ തന്നെ തന്നോടിത് ചെയ്തു തോർത്ത് അയാൾ വളരെ ഇമോഷണലായി അവരുടെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. അതിനുശേഷം കുട്ടിയെയും കൂട്ടി അയാൾ മുന്നോട്ട് നടക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ഡയാനയും അവർക്കൊപ്പം പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് തൻ്റെ 3ാമത്തെ ലവ് സ്റ്റോറിയും കൃഷ്ണകുമാർ മക്കളോട് പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാലും നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് അച്ഛാ, അച്ഛൻ്റെ ഫീലിങ്സിൻ്റെ പേരിൽ ഒരു കുടുംബം തന്നെ ഇല്ലാതാക്കിയില്ലേ എന്ന് മകൾ ചോദിക്കുമ്പോൾ ഇതുപോലെയുള്ള ചില ഇൻസിഡൻസ് മനുഷ്യന് മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള അവസരവുമാകാമെന്ന് ഹീറോ പറയും. ഇതിനുശേഷം അച്ഛൻ നല്ലൊരാളായോ എന്ന് മകൾ ചോദിക്കുമ്പോൾ ഇല്ല, ഇതിനുശേഷമാണ് ഞാൻ വളരെ മോശപ്പെട്ടവനായതെന്ന് കൃഷ്ണകുമാർ പറയും. അതിനുശേഷം കൃഷ്ണകുമാർ മറ്റൊരു കഥ പറയാൻ തുടങ്ങും. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് വളരെ മോശമായ നിലയിലാണ് ഇപ്പോൾ ഹീറോ ഉള്ളത്. ഗോവയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ സിംഗറായിട്ടാണ് ഹീറോ ജോലി ചെയ്യുക.
അവിടെ വെച്ച് ഹീറോ ഒരു പെണ്ണിനെ കാണുകയും അവളുമായി ക്ലോസ് ആകുകയും ചെയ്യും. ഹീറോ അവളെ സിൻസിയറായി സ്നേഹിക്കുമെങ്കിലും അവൾക്ക് അവനോടുള്ള ഇഷ്ടം ജസ്റ്റ് ടൈം പാസ് ആയിരുന്നെന്ന് പറഞ്ഞ് അവൾ ബ്രേക്കപ്പ് ചെയ്യും. സോ ഹീറോ കൂടുതൽ ഡ്രഗ്സിനൊക്കെ അടിമയാകും. ഈ കഥ കേൾക്കുന്ന മകൾ അച്ഛൻ പറയുന്ന കഥകളിലെല്ലാം വളരെ മോശപ്പെട്ടയാളാണ് എന്ന് പറയും. ഇതൊക്കെ നിന്റെ അച്ഛനായ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ്. ധാരാളം അനുഭവങ്ങൾ ഉള്ളൊരു ആളാണ് ഞാൻ. ലൈഫിൽ ലവ് വരും പോകും. അതൊക്കെ ഓർത്ത് നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. നമുക്ക് ഒരാളെ വിട്ട് പോകരുതെന്നൊരു ഫീലിംഗ് വരും. അതാണ് ട്രൂ ലവ്. ആ ആൾക്ക് വേണ്ടി ഏത് എക്സ്ട്രീം ലെവൽ വരെയും പോകാമെന്നും ഹീറോ പറയുമ്പോൾ ശരിയെങ്കിൽ അച്ഛന് ട്രൂ ലവ് ഉണ്ടായിരുന്നോ എന്ന് മകൾ ചോദിക്കും. കൃഷ്ണകുമാർ എന്ന എൻ്റെ ജീവിതത്തിലെ രാധമാരുടെ എണ്ണം കഴിഞ്ഞു. ഇനി എൻ്റെ ട്രൂ ലവ് എന്ന് പറഞ്ഞ് ഹീറോ മറ്റൊരു കഥ പറയാൻ തുടങ്ങും. ഗോവയിൽ വെച്ചുണ്ടായ ഇൻസിഡന്റിന് ശേഷം ഹീറോ നാട്ടിലേക്ക് വരും. എന്നാലും ഹീറോ കള്ളിനും ഡ്രഗ്സിനുമൊക്കെ അഡിക്റ്റാണ്. അവന് ധാരാളം ഫ്രണ്ട്സുമുണ്ട്. നാട്ടിൽ ഹീറോ പെയിന്റിംഗ് വർക്കാണ് ചെയ്യുന്നത്. ഹീറോയുടെ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയുമുണ്ട്. ഹീറോ കള്ളു കുടിച്ച് ഫ്രണ്ട്സുമായി ചുറ്റി നടക്കുന്നതിനാൽ ജോലിക്ക് പോകുന്നത് തന്നെ കുറവാണ്. ഭാര്യയുടെ പേഴ്സിൽ നിന്നും പണമെടുത്ത് ആ പൈസ വെച്ചും ഹീറോ ഫ്രണ്ട്സുമായി കള്ളു കുടിക്കാറുണ്ട്. വളരെ മോശമായ രീതിയിലാണ് ഹീറോ ഇപ്പോഴും ജീവിക്കുന്നത്. ഹീറോയുടെ അച്ഛനെയും അവൾ നന്നായി നോക്കാറുണ്ട്. പക്ഷെ ഹീറോ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാതെയാണ് നടക്കാറ്. ഹീറോ ഭാര്യയുമായി എപ്പോഴും ഓരോ പ്രശ്നത്തിനായതിനാൽ അവളുമായി ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പ്ലാനിടും. അതിനായി ഹീറോ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടെ കൂട്ടും. ഹീറോയും വൈഫും ഇരിക്കുന്നതിന് ഫ്രണ്ടിലായി ഒരാൾ അയാളുടെ ഭാര്യയുമായി വന്നിരിക്കും. ഹീറോയുടെ കാലറിയാതെ അയാളുടെ ഭാര്യയുടെ ദേഹത്ത് തട്ടുമ്പോൾ അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഹീറോയെ വാൺ ചെയ്യും. നീ ആരാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ എന്ന് ചോദിച്ചുകൊണ്ട് അവർ തമ്മിൽ വാക്കേറ്റമാകും. അത് വലിയൊരു അടിയിലാണ് കലാശിക്കുക. ഹീറോയും ഫ്രണ്ട്സും അയാളെയും ഭാര്യയും ആ തിയേറ്ററിൽ നിന്നും അടിച്ചിറക്കും. ഹീറോയുടെ മേലെ വലിയ പകയോടെയാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ഒരു ഡേ ഹീറോയുടെ ഫ്രണ്ടിനെ തിയേറ്ററിൽ വെച്ച് വഴക്കുണ്ടാക്കിയ റോഡിൽ കാണും. അവൻ അയാളെ അടിച്ചതിനാൽ അവനെയും തിരിച്ചടിക്കണമെന്ന വാശിയിൽ അയാൾ മറ്റൊരാളെയും കൂട്ടി ഹീറോയുടെ ഫ്രണ്ടിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അവർ പുറകെ വരുന്നത് കണ്ട് ഹീറോയുടെ ഫ്രണ്ട് ബൈക്ക് വളരെ വേഗത്തിൽ ഓടിക്കും. സോ വളരെ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നതിനാൽ ബൈക്ക് ഒരു കാറിടിച്ച് ആക്സിഡന്റ് ആകുന്നു. അവൻ വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവൻ മരിക്കുകയും ചെയ്യും. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചതിൽ ഹീറോയ്ക്ക് വളരെ വിഷമമാകും. അവൻ മരിക്കാൻ കാരണമായവരെ തല്ലണമെന്ന വാശിയിൽ ഹീറോ ഫ്രണ്ട്സുമായി അയാളെ അന്വേഷിച്ചു പോകും. അയാളെ തേടി കണ്ടുപിടിച്ച് ഒരു വാളുകൊണ്ട് അവനെ വെട്ടി നിലത്തിട്ടതിനു ശേഷം ഹീറോ അവൻ്റെ കാല് തല്ലി ഓടിക്കും. നടു റോഡിൽ വെച്ച് നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം അതുവഴി വരുന്ന ഹീറോയുടെ വൈഫും കാണുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഹീറോയെ അറസ്റ്റ് ചെയ്യും. ജയിലിൽ കിടക്കുന്ന സമയത്താണ് അവൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെല്ലാം അവന് മനസ്സിലാകുക. ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഭാര്യയും മകളുമായി സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഹീറോ തീരുമാനിക്കും. ജയിലിൽ കിടക്കുന്ന ഹീറോയെ അവൻ്റെ അച്ഛൻ കാണാനെത്തി ഹീറോയുടെ ഭാര്യ മകളുമായി സ്വന്തം വീട്ടിലേക്ക് പോയെന്ന് പറയും. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് അത് വലിയൊരു വേദനയാകും. സോ ഒരു ഫ്രണ്ട് മുഖേന ഹീറോ ജാമ്യത്തിലിറങ്ങുന്നു. ജയിലിൽ നിന്ന് ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചെന്ന വാർത്തയാണ് അറിയുക. ഒരു ഫ്രണ്ടായും ഗാർഡിയനായും അവൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് അച്ഛൻ മരിച്ചത് അവനെ അസ്വസ്ഥനാക്കും. ഇനിയെങ്കിലും എല്ലാവരെയും സ്നേഹിച്ച് കുടുംബമായി ജീവിക്കാമെന്ന് കരുതിയ ഹീറോയ്ക്ക് അവൻ്റെ അച്ഛനെ നഷ്ടമാകും. കൂടാതെ അവൻ്റെ ഭാര്യയും കുഞ്ഞും അവനെ ഉപേക്ഷിച്ച് പോകുകയും ചെയ്യും. അവൻ്റെ ജീവിതത്തിൽ വന്ന കാമുകിമാരെല്ലാം അവൻ്റെ അച്ഛനെ അവസാനമായി കാണാൻ വരും. അങ്ങനെ ദിവസങ്ങൾ കഴിയും. തനിയെയുള്ള ജീവിതം അവൻ മടുത്തു തുടങ്ങും. ഭാര്യയെ കണ്ട് മാപ്പ് പറഞ്ഞ് അവളെ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ ഹീറോ തീരുമാനിക്കും. ഭാര്യയെ മീറ്റ് ചെയ്ത് എനിക്ക് നീയും നമ്മുടെ മകളുമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഞാനിപ്പോൾ തനിച്ചാണ് എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന ഭാര്യ ഈ ഞാൻ ഇത് തന്നെയാണ് നമുക്കിടയിലെ പ്രശ്നമെന്നും പറയും. നിങ്ങളെന്നും നിങ്ങളുടെ കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മുടെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എത്ര നിന്റെയാണെന്നും നീ എത്ര എൻ്റെയാണെന്നും നീ മനസ്സിലാക്കണം. ഒരു ലവ് ഫെയിലിയർ ഒരാളെ മാത്രമല്ല മറ്റേയാളെയും വേദനിപ്പിക്കും. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങളെ തേടി വന്നോളാമെന്നും ഹീറോയിൻ പറയും. എല്ലാ രാധമാർക്കുമുണ്ടാകും കൃഷ്ണനേക്കാൾ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കഥ പറയാൻ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും. ഈ ജീവിതത്തിനിടയിൽ താൻ ചെയ്തു കൂട്ടിയതൊക്കെ ഓർത്ത് ഹീറോ വളരെ വേദനിക്കും. തൻ്റെ അച്ഛൻ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ് എല്ലാം മനസ്സിലാക്കിയ മകൾ ജീവിതത്തിലെ ഇത്രയും വേദനകൾ അച്ഛൻ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് മകൾ ചോദിക്കുമ്പോൾ ഇതൊന്നും വേദനകളല്ല, എല്ലാം എൻ്റെ നല്ല അനുഭവങ്ങളായിരുന്നെന്ന് ഹീറോ പറയും. പക്ഷേ ഇതാണ് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ലവ് സ്റ്റോറി എന്ന് മകൾ പറയും.
അച്ഛൻ്റെ ജീവിതത്തിലെ ഈ കാമുകിമാരിൽ അച്ഛന് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് മകൾ ചോദിക്കുമ്പോൾ ഹീറോ ഒരു വീടിന് മുൻപിൽ ചെന്ന് കാർ നിർത്തും. അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ സ്ട്രോങ് വുമണിനെ കാണണമെങ്കിൽ നീ ആ വീട്ടിലേക്ക് ചെല്ലാൻ ഹീറോ മകളോട് പറയും. സോ വളരെ ആകാംക്ഷയോടെ അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിക്കും. ഡോർ തുറന്ന് ഒരു ലേഡി പുറത്തേക്ക് വരും. പക്ഷെ അവളുടെ ഫേസ് ബ്ലറായിട്ടാണ് കാണിക്കുക. ആ ലേഡി ആരാണെന്ന് കാണിക്കാതെ ഈ മൂവിയും അവസാനിക്കും. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ സ്ട്രോങ് വുമണിനെ കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി നോക്കണമെന്ന് പറഞ്ഞ് ഈ കഥയും അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.